ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ എണീച്ച് ചെടിക്കൊന്ന് വെള്ളം ഒഴിക്കേണ്ടായിരുന്നു. ഇന്നലെ മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മുറ്റടിക്കുകയാണ്. എനിക്കിഷ്ടമല്ലാത്തൊരു ജോലിയാണിത്. എനിക്ക് ഈ പുറം പണിയൊന്നും അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് ഈ മിറ്റം തൂക്കുന്നത് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ജോലി അത് ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. ഈ വെക്കേഷൻ ആയതുകൊണ്ട് പ്രൊട്ടക്ഷൻ ചെയ്തേ ഒക്കത്തുള്ളൂ. വീട്ടിൽ ചുമ്മാ ഒത്തിരിക്കുമെന്ന് പറഞ്ഞവരൊരു ജോലി ഇങ്ങനെ തരും. പിന്നെ എനിക്ക് ഈ മിറ്റം അടിക്കുന്നതിനേക്കാളും ഒക്കെ കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് മിറ്റം അടിക്കുന്നത്, പാത്രം കഴുകുന്നത്, അങ്ങനെ കുറച്ച് ജോലികളൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ചെയ്യുവേ. വേറെ കാര്യം, എനിക്ക് ഇങ്ങനെ കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. പച്ചക്കറി അരിഞ്ഞു കൊടുക്കാനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ എല്ലാ വീട്ടിലും ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന അതാണ് മിറ്റം, അവിടെ മാത്രം തൂത്താൽ മതി. പക്ഷേ ഇവിടെ ഈ അയ്യമൂലൊക്കെ തൂക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ചെവിതലയൊക്കെ ഒക്കത്തില്ല. സൂപ്പർവൈസർ പിങ്കു നിൽക്കുന്നത് ഗൈസ്. അതൊക്കെ ഇവരൊക്കെ എന്തെന്നാ മിക്കുവൊക്കെ ആശി പിന്നെ ഇപ്പോൾ എണ്ണയ്ക്ക് ഇവിടെ വന്ന് ഇരുന്നതേ ഉള്ളൂ. മിക്കുവിനെയൊക്കെ കൂട്ടി കയറ്റിയെന്ന് തോന്നുന്നു. ഇവള് കയറിയില്ല, ഇവളെ കുറേ വട്ടം കേട്ടാൽ നോക്കി. അങ്ങനെ ഞാൻ മുറ്റാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നിരിക്കുകയാണ്. അയ്യോ, വീഡിയോ എടുത്ത് ശരിയായിപ്പോയില്ല, അത് കുഴപ്പമില്ല, നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ രാവിലെ ഇന്ന് ചപ്പാത്തിയും സാമ്പാറുമാണ്. അമ്മയ്ക്ക് ഇന്ന് ഏറ്റവും അമ്മ സാമ്പാറാണ് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് വിഷമിക്ക് പോരാന്ന് തോന്നിയോണ്ട് ഞാനിങ്ങനെ ആ ചപ്പാത്തി ഉണ്ടാക്കി പാനിൽ കുറച്ച് മുട്ടയൊക്കെ ഇട്ട് ചിക്കിയിട്ട് ഒരു തോരൻ ഉണ്ടാക്കി. ഞാൻ മുട്ടത്തോരൻ പോലെ ഉണ്ടാക്കി. പക്ഷേ അത്ര ഒരു കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുറച്ച് കുരുമുളകും കൂടിപ്പോയി, കുറച്ച് ഉപ്പും കൂടിപ്പോയി. കഴിക്കാനൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് ആശി കഴിച്ചില്ല. ഞാൻ ആ 3 മുട്ട എടുത്താൽ 3 മുട്ട ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. പിന്നെ ചപ്പാത്തിയുടെ കൂടെ എനിക്ക് ഈ ഉള്ളി, ഈ പച്ചമുളക് പൊടി ഇങ്ങനെ ഉപ്പിൽ ഞെവിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ 3 കറി കൂട്ടി ഞാൻ കഴിച്ചു. മറ്റേത് രണ്ടും എനിക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മുട്ട അത്ര കഴിയൊക്കെ ഇല്ല. പക്ഷേ എൻ്റെ അമ്മ അത് കുത്തി തീറ്റിച്ച് മുട്ട വേസ്റ്റൊക്കെ ഇരുന്നു പറഞ്ഞിട്ട് പിന്നെ അമ്മയുടെ സാമ്പാർ എന്നെ ശരണം, അതും കൂട്ടി ഞാൻ കുറേ 3 ചപ്പാത്തി അകത്താക്കി ഗൈസ്. ഈ അമ്മ ആശി അവിടെ നിന്ന് രൂക്ഷമായി നോക്കി പിടിപ്പിക്കുകയാണ് ഗൈസ്. മര്യാദയ്ക്ക് മുട്ട കഴിച്ചു എന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ കൊച്ചു പറഞ്ഞിട്ട് അവൾക്ക് ഉടനെ മുട്ട പൊരിച്ച് വേണം. ഇവക്ക് വേണമെന്നും പറഞ്ഞിട്ടാണ് ഇവളെന്നെ കൊണ്ടത് ഉണ്ടാക്കിച്ചത്. പക്ഷേ അവസാനം അത് ഫുള്ള് ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ റെഡിയായി ട്യൂഷന് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഞാൻ അമ്മയെ കുറച്ച് ഹെൽപ്പ് ചെയ്തായിരുന്നു, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി ട്യൂഷന് റെഡിയാവാണ്. ഞാൻ ഒറ്റയ്ക്ക് പോകണം. ആശ്മി റെഡി ആയൊന്നുമില്ല. അങ്ങനെ അവൾ പുറകെ വരട്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിന്ന് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടൊന്നും ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:30 അപ്പോൾ ഞാൻ കറി രാവിലത്തെ നമ്മൾ ചപ്പാത്തിയുടെ കഴിച്ച സാമ്പാറുണ്ട്, പിന്നെ ചീരത്തോരൻ, അയല വറുത്തത്, പിന്നെ അച്ചാർ, മാങ്ങ അച്ചാർ. നല്ല അച്ചാറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ എനിക്കൊരു ഹരമാണ്. TV കണ്ടുകൊണ്ട് ചോറിനാന്ന് പറഞ്ഞ് വന്ന ആളാണ് ഞാൻ. ചോറെടുത്തിട്ട് വന്നപ്പോഴത്തേനും കരണ്ട് ദേ ഒരു പോക്ക്. ഞാൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന കരണ്ടാണ്. ഞാൻ ചോറെടുക്കാൻ പോയപ്പോൾ മാത്രം കരണ്ട് അങ്ങ് പോയേക്കുന്നു. എന്തൊരു കൂത്തിയത് എന്തുവാ ഇത്. ചോറിന് രസമില്ല കരണ്ട് ഇല്ലാത്തതുകൊണ്ട്. എനിക്ക് എപ്പോഴും കൂട്ടിന് കരണ്ട് വേണം ചോറിനുമ്പോൾ. എനിക്ക് അല്ലെങ്കിൽ ഇറങ്ങത്തില്ല ചോറങ്ങോട്ട്. TV ഒക്കെ കണ്ടുകൊണ്ട് ചോറിനൊന്നും രസമല്ലേ. ഒന്നാമത് ഈ ചൂടത്ത് ഫാനും ഇല്ല, TV ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഒരു അവസ്ഥയായി. അപ്പോൾ ഇനി എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും ബൈ ബൈ.